ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ 3 ദിവസത്തിന് കൂടുതൽ ഹജ്ർ ചെയ്യാൻ മിണ്ടാതെ തെറ്റിപ്പിരിഞ്ഞ് അകറ്റി നിർത്താൻ പാടില്ല. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളാഹിയുടെ അൽ അദബുൽ മുഫ്രദ് എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അടുത്ത ബാബുൽ ലദീ യസ്ബിറു അലാ അദന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവത്തിൽ ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ. عن ابن عمر رضي الله عنه عن النبي صلى الله عليه وسلم قال: المؤمن الذي يخالط الناس ويصبر على أذاه خير من الذي لا يخالط الناس ولا يصبر على أذاه. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ്, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, വയസ്ബിറു അലാ അദാഹും, അവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. ഖൈറുൻ മിനല്ലദീ ലാ യുഖാലിതു നാസ്, അവനാണ് ഉത്തമൻ ജനങ്ങളോട് ഇടപഴകി ജീവിക്കാത്ത, വലാ യസ്ബിറു അലാ അദാഹും, ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമയവലംബിക്കാത്ത ഒരാളെക്കാൾ എന്നുള്ളത്. അതായത് ദീനിൽ പണ്ഡിതന്മാർക്കിടയിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചർച്ചയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതാണോ, അതല്ല മറ്റൊന്ന് ജനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് മാറി നിന്ന് അവനവന്റെ കാര്യം നോക്കി മാറി നിന്ന് ജീവിക്കുന്നതാണോ ഖൈർ എന്നുള്ളത്. ഈ 2 കൂട്ടർക്കും അവരുടേതായ ഈ അഭിപ്രായങ്ങൾക്ക് തെളിവുകൾ ഹദീസിൽ കാണാം. അപ്പൊ നമ്മളിപ്പോ വായിച്ച ഹദീസ് പ്രകാരം നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിച്ച് ജനങ്ങളിൽ നിന്ന് ദീനിന്റെ പേരിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാൽ അതിൽ ക്ഷമിച്ചുകൊണ്ട് അവരിൽ ദഅവത്ത് നടത്തി അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ തിന്മകളെ കുറിച്ച് താക്കീത് ചെയ്ത് അങ്ങനെ ജീവിക്കലാണ് ഖൈർ എന്നാണ് ഇത് മനസ്സിലാവുക. മറ്റു ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫിത്നകൾ അധികരിക്കുമ്പോൾ ജനങ്ങൾ ഏതെങ്കിലും മലമുകളിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കേണ്ട കാലം ഇത് അടുത്തിട്ടുണ്ട്, ഫിത്നകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതാണ് അവർക്ക് ഉത്തമം എന്ന നിലക്കും ഹദീസുകൾ കാണാം. ഈ ഹദീസുകളെ ജമഅ ചെയ്ത പണ്ഡിതന്മാർ, യോജിപ്പിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അവനവന്റെ ദീനിന് ദോഷം ബാധിക്കാത്ത സാഹചര്യം ഉണ്ട് എങ്കിൽ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കലാണ് അഫ്ളൽ. എന്നാൽ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ കൂടുതൽ ഫിത്നകളിൽ അകപ്പെടും, ദീനിൽ നിന്ന് തെറ്റിപ്പോകും, ഹറാമുകൾ സംഭവിക്കും എന്നുള്ള ഒരവസ്ഥയിലാണ്. അത്രത്തോളം ഫിത്ന അധികരിക്കുകയാണെങ്കിൽ അവന് ഉസ്ലത്ത് എന്ന് പറയും. ഖുൽതത്ത് എന്ന് പറഞ്ഞാൽ കുടിക്കലർന്ന് ജീവിക്കുക, ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എവിടെയെങ്കിലും മാറിപ്പോയി താമസിക്കുക, ജീവിക്കുക എന്നുള്ളത്. അതാണ് ഉത്തമം എന്ന രീതിയിൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ ഉലമാക്കൾ പറഞ്ഞു കാണാം. അപ്പൊ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അന്നാസ വയസ്ബിറു അലാ അദാഹും, ജനങ്ങളുമായി ഇടപഴകി ജീവിച്ച് ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമ അവലംബിക്കുന്നവനാണ് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാതെ ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാതെ ജീവിക്കുന്നവനേക്കാൾ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ, ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നിടത്ത് ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം: മുഖാലഖത്തുൻ നാസ് ഇദാ കാനത് ശർഇയ്യ ഫഹിയ മിനൽ ഇബാദ, ജനങ്ങളുമായി ഇടപഴകുന്നത്
ശർഈ ആയിട്ടുള്ള ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദീനിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് എങ്കിൽ അത് ഇബാദത്താണ്. വഗായതു മാ ഫിൽ ഉസ്ലതി അത്തഅബ്ബുദ്. ഈ ഒറ്റക്ക് താമസിക്കുക, മാറി നിൽക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? ഇബാദത്ത് ചെയ്യാന്നാണ്. അപ്പൊ ജനങ്ങളുമായിട്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകി സഹകരിച്ച് ജീവിക്കുക എന്നുള്ള ഇബാദത്താണ്. അപ്പൊ ആ ലക്ഷ്യം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. فمن خالطهم بحيث اشتغل بهم عن الله وعن السنن الشرعية فذا بطل فلا يفر منهم. ഇനി ഒരാൾ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്ന് അകലുന്ന, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് അകലുന്ന, ദീനിയായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ അത് അവന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, അവൻ ആ സമയത്ത് അവരിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്റിന് ഉപകരിക്കുന്ന, ദീനിയായ കാര്യങ്ങൾക്ക് നമുക്ക് പ്രോത്സാഹനം നൽകുന്ന, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എങ്കിൽ അത് ഖൈറായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഇടപഴകൽ നല്ലതാണ്. എന്നാൽ അതല്ല നമ്മെ അശ്രദ്ധമാക്കുന്ന, പരലോക ചിന്തയിൽ തെറ്റിക്കുന്ന, ദീനിയായിട്ടുള്ള ചിന്തയിൽ തെറ്റിക്കുന്ന അങ്ങനെയുള്ള ഇടപഴകുന്ന അവസ്ഥ എന്നുള്ളത് അത് ശുഭമാണ്. ഇതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ മേലുള്ള ബാധ്യത അവർക്ക് നന്മ കൽപ്പിക്കുക, അവർക്ക് തിന്മ വിരോധിക്കുക, അവർക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കുക, ദീനിലേക്ക് അവരെ ക്ഷണിക്കുക, ഹറാമുകളെ തൊട്ടും ഷിർക്കിനെ തൊട്ടും ബിദ്അത്തിനെ തൊട്ടും അവർക്ക് താക്കീത് ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്ന, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളത് വളരെ ഖൈറായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബു സബ്രി അലൽ അദാ, ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി പറഞ്ഞു. ഈ ബാബിൽ പറയുന്നത് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾ അതിൽ ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള, അപ്പൊ നമ്മുടെ അയൽവാസികളാവാം, കുടുംബക്കാരാവാം, ചിലപ്പോൾ നമ്മുടെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ പലരുമാകാം. അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമിക്കുന്നതുമായി ബന്ധപ്പെട്ട് عن أبي موسى رضي الله عنه عن النبي صلى الله عليه وسلم قال ليس أحد أو ليس شيء أصبر على أذى يسمعه من الله عز وجل. ഒരാളുമില്ല തന്നെ കുറിച്ച് കേൾക്കുന്ന ആക്ഷേപങ്ങളെ തൊട്ട് അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്നവനായിട്ട്. ഒരാൾ നമ്മളെ പറ്റി ആക്ഷേപങ്ങൾ പറയാണ്, ആരോപണങ്ങൾ പറയാണ്, സ്വാഭാവികമായിട്ടും ക്ഷമിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് കുറവായിരിക്കും. നമുക്ക് എന്തായിരിക്കും? അതിനെ എതിർക്കണം, അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ ആ പറഞ്ഞവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണം, ആ രീതിയിലായിരിക്കും. ഇവിടെ പറയാണ് അള്ളാഹുവിനേക്കാൾ തന്നെ പറ്റി കേൾക്കുന്ന ഒരു ആക്ഷേപത്തിൽ ക്ഷമിക്കുന്ന വേറൊരാളുമില്ല. ഇന്നഹും ലയദ്ദഊന ലഹു വലദ. ആ മനുഷ്യർ, പ്രത്യേകിച്ച് നസാറാക്കൾ, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു മകനുണ്ട് എന്ന് വാദിക്കുന്നു. വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും. അല്ലാഹു ആണെങ്കിലോ അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, അവർക്ക് ആരോഗ്യം കൊടുക്കുന്നു, അവർക്ക് റിസ്ക് നൽകുന്നു. അപ്പൊ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിനൊരു ഇണയുണ്ട് എന്ന് വാദിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് വാദിച്ചതിന്റെ പേരിൽ ഒരാളുടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് തടഞ്ഞിട്ടില്ല, അവർക്ക് ആഫിയത്ത് നൽകുന്നത് തടഞ്ഞിട്ടില്ല, അവർക്ക് മഴ നൽകുന്നത് തടഞ്ഞിട്ടില്ല. അള്ളാഹു ദുനിയാവിൽ അവർക്ക് ഇതെല്ലാം നൽകുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഇത്രയധികം വാദം പറഞ്ഞിട്ടും അള്ളാഹുവിന് ഏത് തരത്തിലും അവരുടെ മേലെ നടപടി എടുക്കാൻ സാധിച്ചിട്ടും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ക്ഷമിച്ചു കൊടുത്ത് അവർക്ക് ഈ ദുനിയാവിലെ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, പരലോകത്ത് അവർക്ക് ശിക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിലപാട് ഇങ്ങനെയുള്ള കാര്യത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ അടിമകളായി നമ്മൾ എന്തിനാണ് എന്തെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും നമ്മെ പറ്റി പറയുമ്പോഴേക്ക് എടുത്തു ചാടി അവർക്കെതിരെ നടപടി എടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എതിരെ ഏതെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? ഒരു മുഅ്മിൻ അങ്ങനെയാകാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ ഇതേ ബാബിൽ عن عبد الله وابن مسعود رضي الله عنه قال عبد الله بن مسعود رضي الله عنه പറയുകയാണ് قسم النبي صلى الله عليه وسلم قسمة كبعض ما كان يقسم. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധാർജിത സ്വത്തിൽ നിന്ന് വീതിച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ചില റിവായത്തിൽ കാണാം ഹുനൈൻ യുദ്ധത്തിന് ശേഷമാണ്, അഥവാ മക്കം ഫത്ഹ് കഴിഞ്ഞ് ഉണ്ടായ യുദ്ധം, ത്വായിഫിലെ തഖീഫ് ഗോത്രവുമായിട്ടുണ്ടായ യുദ്ധത്തിൽ, ഹുനൈൻ യുദ്ധത്തിന് ശേഷം കിട്ടിയ യുദ്ധാർജിത സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുക്കുകയാണ്. ആ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഫഖാല റജുലുൻ മിനൽ അൻസാർ,
അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിഫാഖുള്ള ആളായിരിക്കാം, വല്ലാഹി ഇന്നഹാ ലഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹ അല്ലാഹി അസ്സ വജൽ. ഈ ഒരു ഖിസ്മത്ത് അഥവാ വീതിക്കൽ എന്നുള്ളത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നൊരാൾ പറഞ്ഞു. കാരണം ഹുനൈൻ യുദ്ധത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിലുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു നൽകുന്നതിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് യഥേഷ്ടം നൽകിയിട്ടുണ്ട്. അത് അൻസാരികളിൽ ചില വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അത്രയും കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത അൻസാരികൾക്കൊന്നും നൽകാതെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ അവർക്ക് ധാരാളം നൽകുകയാണല്ലോ എന്നുള്ള ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിഫാഖുള്ള ആളായിരിക്കാം ഇത് ആളുകൾക്കിടയിൽ പറഞ്ഞു വരുത്തി. ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയല്ല എന്ന് പറഞ്ഞു. ഖുൽതു അന, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു ലഅഖൂലന്ന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. ഫഅതൈതുഹു വഹുവ ഫീ അസ്ഹാബിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എത്തിയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടൊപ്പം ഇരിക്കുകയാണ്. ഫസാറർതുഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി സ്വകാര്യത്തിൽ ഈ കാര്യം പറഞ്ഞു. മറ്റാരും കേൾക്കാതെ സ്വകാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യം പറഞ്ഞു. فشق ذلك عليه صلى الله عليه وسلم, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ഞെരുക്കം ഉണ്ടായി. وتغير وجهه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി. മുഖത്തിന്റെ ആ വാക്ക് കേട്ടപ്പോൾ മുഖം മാറി. وغضب, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വന്നു. حتى وددت اني لم اكن اخبرته, ഞാൻ വിചാരിച്ചു പോയി ഞാൻ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചു പോയി ഞാൻ. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം വരുന്ന മുഖം മാറുന്ന അവസ്ഥയുണ്ടായി. ثم قال, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, قد اوذي موسى باكثر من ذلك فصبر. മൂസ നബി അലൈഹിസ്സലാം ഇതിനേക്കാൾ അധികമായ രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്. ഫസബറ, മൂസ നബി അലൈഹി സ്വലാം പക്ഷേ ക്ഷമിക്കുകയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നടപടിയും എടുക്കാതെ ക്ഷമിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു നബിയെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും അധികം നീതി കാണിക്കുന്ന ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് പിന്നിൽ വലിയ ഹിക്മത്ത് ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തെയാണ് ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോ നബിമാർക്കെല്ലാം അവരുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ തരത്തിൽ. അതിൽ മൂസാ നബി അലൈഹി സ്വലാമാണ് ഏറ്റവും കൂടുതൽ ഇത് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. ഖുർആൻ എടുത്താൽ നമുക്കറിയാം, ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ബനൂ ഇസ്രായേലുകളിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായ ഉപദ്രവങ്ങളും ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അപ്പോ ആ തരത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഹദീസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെല്ലാം കേൾക്കുമ്പോ നമ്മൾ ഇതുപോലെ ആകാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ പലപ്പോഴും മുസ്ലിമീങ്ങൾക്കിടയിൽ നമുക്കിടയിൽ തന്നെ നമുക്ക് അറിയുന്നുണ്ടാവും പലരുടെയും അവസ്ഥ. അയൽവാസികളുമായി പ്രശ്നമുള്ളവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ പ്രശ്നമുള്ളവർ, മുസ്ലിമീങ്ങളായ സഹോദരങ്ങളുടെ ഇടയിൽ പ്രശ്നമുള്ളവർ. എന്താണ് നമ്മൾ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാളോട് വഴക്കിട്ട്, ഒരാളോട് പിണങ്ങി, ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറയുമ്പോഴേക്ക് അവർക്കെതിരിൽ നടപടി എടുക്കണമെന്ന നിലക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? അതല്ല നബിമാരുടെ മാതൃക കാണിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിട്ടുള്ള വിട്ടുവീഴ്ചയും ക്ഷമയുമാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അടുത്ത ബാബ് ഇസ്ലാഹി ദാത്തിൽ ബൈൻ, പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുന്നതിൽ, ഇസ്ലാഹ് ഉണ്ടാക്കുന്നതിൽ, സുൽഹ് ഉണ്ടാക്കുന്നതിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അഥവാ ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ, കുടുംബത്തിലോ സമൂഹത്തിലോ അയൽപക്കത്തിലോ അങ്ങനെയെല്ലാം ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് തെറ്റിപ്പിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ അതിനിടയിൽ സുൽഹ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്, ബാബാണ്. عن أبي الدرداء رضي الله عنه عن النبي صلى الله عليه وسلم قال, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിദറജത്തിൻ അഫ്ളല മിന സ്വലാത്തി വസിയാമി വസദഖ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു ദറജ. അഥവാ ദീനിൽ ഓരോ ആളുകളും അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദർജകളിലായിരിക്കും, വ്യത്യസ്ത ദർജകളിലായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു ദറജയെ കുറിച്ച് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അഫ്ളല മിന സ്വലാ,
നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്, അഥവാ ഐച്ഛികമായ രാത്രി നിസ്കാരം അതുപോലെയുള്ള നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. വസ്സിയാം, ഐച്ഛികമായി നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. വസ്സദഖ, ഐച്ഛികമായി സ്വതക്ക നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദറജയെ പറ്റി പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. ഒരാൾ രാത്രി നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന ആളാ വിചാരിക്കാം. അയാളേക്കാൾ അഫ്ളലായിട്ടുള്ള ദറജയെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു. ഖാലു ബല, സ്വഹാബികൾ പറഞ്ഞു അതെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാഹു ദാത്തിൽ ബൈൻ വഫസാദു ദാത്തിൽ ബൈൻ ഹിയൽ ഹാലിഖ. പരസ്പരമുള്ള ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത്, ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നാൽ ഹാലിഖത്താണ്. ഹാലിഖത്ത് എന്ന് പറഞ്ഞാൽ വടിച്ചു കളയുന്നത് എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് ഐച്ഛികമായി നോമ്പ് നോൽക്കുന്നതിനേക്കാളും നിസ്കരിക്കുന്നതിനേക്കാളും സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും അഫ്ളലായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല, രണ്ടാളുകളുടെ കാര്യത്തിൽ ഇടപെട്ട് അവരൊരു സുൽഹ് ഉണ്ടാക്കാൻ എല്ലാ ആളുകൾക്കും കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ കഴിയുന്ന ആളുകളുണ്ടാവും, അതിന് സ്വാധീനമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ ആളുകൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ ഒരു അവസരം വന്നാൽ ഒരിക്കലും മടിച്ചു നിൽക്കുന്ന, പിൻവാങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. അതിന് നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. അതിനൊരു സുൽഹ് ഉണ്ടാക്കാൻ എന്താണ് സാധിക്കുക? അതൊരു ഭാര്യയും ഭർത്താവിന്റെ ഇടയിലാവട്ടെ, സഹോദരങ്ങളുടെ ഇടയിലാവട്ടെ, മക്കളും മാതാപിതാക്കളും ആവട്ടെ, കുടുംബക്കാരാവട്ടെ, അയൽവാസികളാവട്ടെ, കൂട്ടുകച്ചവടക്കാരാവട്ടെ, അല്ലെങ്കിൽ ദീനീപരമായിട്ടുള്ള ബന്ധമുള്ളവരാവട്ടെ, നമുക്ക് സാധിക്കുമെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മിണ്ടാതെയോ ശത്രുതയോ എല്ലാമുള്ള ആളുകൾക്കിടയിൽ സുൽഹ് ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. അത് അല്ലാഹുവിന്റെ കൽപ്പന കൂടിയാണ്. സൂറത്തുൽ അൻഫാലിലെ 1-ാമത്തെ ആയത്തിൽ അടുത്ത ഹദീസിൽ വരുന്നുണ്ട്, വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കിടയിലുള്ള ആളുകൾക്കിടയിൽ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ സുൽഹ് ഉണ്ടാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് അടുത്ത ഒരു റിവായത്തിൽ പറയുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇത്തഖുല്ലാഹ് വഅസ്ലിഹൂ ദാത ബൈനിക്കും, സൂറത്തുൽ അൻഫാലിലെ 1-ാമത്തെ ആയത്തിൽ വരുന്ന ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾ പരസ്പരമുള്ളതിനെ നന്നാക്കുക എന്നുള്ള ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഹാദാ തഹ്രീജും മിനല്ലാഹ് അലൽ മുഅ്മിനീന അൻ യത്തഖുല്ലാഹ് വഅൻ യുസ്ലിഹൂ ദാത ബൈനിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ചുരുക്കി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്. രണ്ട്, മുഅ്മിനീങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളെ അതിൽ സുൽഹ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായ സ്ഥാനത്ത് ഒരാളെ എത്തിക്കുന്ന കാര്യമാണ്. അതിനൊരു അവസരം കിട്ടിയാൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് സാധിക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. അടുത്ത ബാബ് തുഅനി ഫിൽ അൻസാബ്, കുടുംബ പരമ്പരയെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുഅബതാൻ ലാ തത്റക്കുഹുമാ ഉമ്മത്തി, രണ്ട് ശാഖകൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതെന്റെ ഉമ്മത്ത് ഒഴിവാക്കുകയില്ല, എന്റെ ഉമ്മത്ത് അത് ഒഴിവാക്കുകയില്ല. അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ പ്രചാരമുള്ള രണ്ട് സ്വഭാവങ്ങൾ, അത് എന്റെ ഉമ്മത്തിലും അതുണ്ടാകും, അവരത് ഒഴിവാക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്താ അത്? ഒന്ന്, അന്നിയാഹതു, നിലവിളിക്കുക. അഥവാ മരണസമയത്ത്, മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണവുമായി ബന്ധപ്പെട്ട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് മാറത്തടിച്ച് കവിളത്തടിച്ച് വസ്ത്രം കീറി ആ രീതിയിൽ നിലവിളിക്കുന്നതിനാണ് നിയാഹത്ത് എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നത് എന്റെ ഉമ്മത്തിലും ഉണ്ടാകും എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞു, വത്തഅനു ഫിൽ അൻസാബ്, ഒരാളുടെ കുടുംബ പരമ്പരയെ പറഞ്ഞ് ആക്ഷേപിക്കുക എന്നുള്ളത്. ഒരാൾ പറഞ്ഞിട്ട് നീ ഇന്നാലിന്റെ കുടുംബത്തിലൊന്നല്ല, നീ അതിനൊരു അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ നിന്റെ കുടുംബം തീരെ പേര് കേൾക്കാത്തതാണ്, അല്ലെങ്കിൽ നിന്റെ തലമുറ അങ്ങനെയാണ്, എന്റേതാണ് ഉത്തമമായിട്ടുള്ളത്, അങ്ങനെ കുടുംബ പരമ്പരയിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് പരസ്പരം ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ സ്വന്തം പരമ്പരയെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്ന ആ നിലക്കുള്ള ഒരവസ്ഥ ഈ ഉമ്മത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പെടുത്തുകയാണ്.
അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മരണസമയത്ത് നിലവിളിക്കുക. പ്രത്യേകിച്ചും ഈ ഹദീസ് നിയാഹത്തുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളോടാണ് പ്രത്യേകം വന്നിട്ടുള്ളത്. കാരണം ജാഹിലിയ കാലഘട്ടത്തില് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ കരയാൻ വേണ്ടി വാടകയ്ക്ക് ആളെ വിളിച്ച് സ്ത്രീകളെ വെക്കുമായിരുന്നു. കരയാൻ വേണ്ടി, പൊട്ടി കരയാൻ വേണ്ടി, നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വെക്കുമായിരുന്നു. അപ്പോ ആ നിലക്കുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യും. മരണം എന്നുള്ളത് എല്ലാവരുടെ മേലും നിർബന്ധമായുള്ള കാര്യമാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഏതൊരു ജന്തുജീവിയുടെ മേലെ ഉള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടുന്ന് വിട്ടുപോകുക എന്നുള്ളത്. അപ്പൊ അതിന്റെ മേലെ മാനുഷികമായിട്ടുള്ള വിഷമം ഒരാൾക്ക് ഉണ്ടാകാം, ഒരാൾക്ക് കരയാം, അതൊക്കെ അനുവദിക്കാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തടിച്ച് ആ രീതിയിലുള്ള പ്രവർത്തനം മുസ്ലിമുകൾക്ക് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഉമ്മത്തിൽ അത് ബാക്കിയായി ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അതുപോലെ കുടുംബത്തിലേക്ക് ചേർത്ത് പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കുക, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ പറ്റി ആ രീതിയിൽ പൊക്കി പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മേൽ മറ്റൊരാളെ ഇകഴ്ത്തുക, ഇതെല്ലാം ജാഹിലിയ കാലത്തെ സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അടുത്ത ബാബു ഹിജ്റത്തുർ റജുൽ, ഒരാളെ അകറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരാളോട് മിണ്ടാതെ ഒരാളെ ഹജർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ബാബിൽ പറയുന്നത്. ഈ ബാബിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് സഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലും അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവം. ഔഫ് ഇബ്നുൽ ഹാരിസ് ഇബ്നു തുഫൈൽ വഹുവ ഇബ്നു അഖി ആയിഷ ലിഉമ്മിഹാ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ. ഔഫ് ഇബ്നുൽ ഹാരിസ് ഇബ്നു തുഫൈൽ എന്ന വ്യക്തി, അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഉമ്മ വഴിയുള്ള സഹോദരന്റെ മകനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അദ്ദേഹം പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഹുദ്ദിസത് അന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഖാല ഫീ ബൈഇൻ ഔ അതാഇൻ അഅതത്ഹു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ എന്തോ ഒരു സാധനം കച്ചവടം ചെയ്യുകയോ അതല്ല എന്തോ ഒരു കാര്യം ആളുകൾക്ക് നൽകുകയോമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ആയിഷ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പറയപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? വല്ലാഹി ലതൻതഹിയന്ന ആയിഷ ഔ ലഅഹ്ജുറന്ന അലൈഹാ. ആയിഷ റളിയല്ലാഹു അൻഹ അത് നൽകുന്നത് എന്താണോ കാര്യം നൽകുന്നത് അത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ശക്തമായ എതിർപ്പും ശക്തമായ താക്കീതും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഞാൻ നൽകും, അല്ലെങ്കിൽ അകറ്റും എന്ന നിലയ്ക്ക് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കൽ അറിയിച്ചു. അത് അങ്ങനെ പറഞ്ഞിട്ടായി ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞു. ഫഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അഹു ഖാല ഹാദാ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അങ്ങനെ പറഞ്ഞോ ചോദിച്ചു. ഖാലു നഅം, അപ്പൊ ആളുകൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത് ആയിഷ, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹുവ ലില്ലാഹി അലയ്യ നദ്റുൻ അൻ ലാ ഉകല്ലിമ ഇബ്നു സുബൈർ അബദാ. ഞാനിതാ അല്ലാഹുവിന് വേണ്ടി ഞാൻ പറയുന്നു, ഞാൻ ഇനി ഒരിക്കലും, ഞാനൊരു നേർച്ച, ഞാനൊരു വാക്ക് പറയുന്നു, നേർച്ച നേരുന്നു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒരിക്കലും ഇനി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. ഇവിടെ നമ്മൾ സ്വഹാബികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രവും ബന്ധവും അറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതിപ്പോ എന്താ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്തിനാ ആയിഷ റളിയല്ലാഹു പറ്റി അങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു? ആർക്കെങ്കിലും അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? സഹോദരിയുടെ മകൻ അഥവാ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് ആരാണ്? അസ്മാ ബിൻത് അബീ ബക്കർ. ആ അസ്മാ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരിയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഭൂരിഭാഗവും റിവായത്ത് ചെയ്തിട്ടുള്ളത് ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ശിഷ്യനായിക്കൊണ്ട്, വിദ്യാർത്ഥിയായിക്കൊണ്ട്, ഒരു മാതൃ സഹോദരി എന്നതിനപ്പുറത്തേക്ക് അടുത്ത ബന്ധമുള്ള ആളാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വളരെ നല്ല രീതിയിൽ പറയാറുള്ള അങ്ങനെയുള്ള ആയിഷ ഹദീസുകൾ അധികം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ബന്ധം അവർ തമ്മിലുണ്ട്. അപ്പൊ അവർ തമ്മിലുണ്ടായ എന്തോ ഒരു വാക്ക് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ആ ഒരു സമയത്ത് അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് നേർച്ച നേർന്നു, ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അപ്പൊ അള്ളാഹുവിന് ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ എന്താണ്? അത് പാലിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു.
അങ്ങനെ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മിണ്ടാതെയായി. സ്വാഭാവികമായിട്ടും അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വളരെ വിഷമമുണ്ടായി. فاستشفع ابن الزبير بالمهاجرين حين طالت هجرتها إياه. അങ്ങനെ കുറെ കാലമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ മിണ്ടാതെയായപ്പോ മുഹാജിരീങ്ങളെ കൊണ്ട്, അഥവാ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് വന്ന മദീനയിലുള്ള മുഹാജിരീങ്ങളെ കൊണ്ട്, സഹാബികൾ ശ്രേഷ്ഠരായിട്ടുള്ളവരെ കൊണ്ട് ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യിപ്പിച്ചു. നമ്മളൊന്ന് മിണ്ടണം, അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സംസാരിക്കണം, മിണ്ടണം എന്ന് പറഞ്ഞിട്ട്. ഫഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലാ ഉശഫിഉ ഫീഹി അഹദൻ അബദാ വലാ അതഹന്നസു ഇലാ നദ്രി. ഒരാളും ഈ വിഷയത്തിൽ എന്നോട് ശുപാർശയ്ക്ക് വരണ്ട, ഞാൻ എന്റെ നേർച്ച അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും, ഞാൻ മിണ്ടില്ല എന്നുള്ളവർക്ക് പറഞ്ഞു. ഫലമ്മാ ത്വാല ദാലിക അല ഇബ്നു സുബൈർ, അങ്ങനെ വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ കുറെ കാലം മിണ്ടാതായി, സമയം ഇങ്ങനെ ദീർഘിച്ചു പോവാണ്. അപ്പോ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ വളരെ വിഷമവും, കാരണം അത്രയും ഒരു മാതാവിന്റെ സഹോദരിയാണ്, അതിന് പുറമെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാണ്, വളരെയധികം അടുത്ത ബന്ധമുള്ളതാണ്. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമായി. كلم المسور بن مخرمة وعبد الرحمن بن الأسود بن عبد اليغوث. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പോയിട്ട് വഹുമാ മിൻ ബനി സുഹ്റ, ബനി സുഹ്റ ഗോത്രത്തിൽപ്പെട്ട മിസ്വർ ബിൻ മഖ്റമ അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ അസ്വദ് എന്നീ രണ്ട് സഹാബികളോട് പോയി പറഞ്ഞു, എനിക്ക് ഇങ്ങനെയും നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സംസാരിക്കണമെന്നുണ്ട്, എന്നൊരു വഴി ഉണ്ടാക്കി തരാം എന്നിട്ട് പറഞ്ഞു. ഫഖാല ലഹുമാ, അബ്ദുല്ലാഹ് ബിൻ സുബൈർ അവരോട് രണ്ടുപേരോടും പറഞ്ഞു, അൻഷുദുകുമാ ബില്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ലമ്മാ അദ്ഖൽത മാനി അലാ ആയിഷ ഫഇന്നഹാ ലാ യഹില്ലു ലഹാ അൻ തൻദുറ ഖതീഅതി. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കണം, ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന രീതിയിൽ എന്നെ ആക്കണം. കാരണം ഒരിക്കലും ഒരു ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി നേർച്ച നേരുക എന്നുള്ളത് എന്തല്ല, ഹലാലല്ല എന്ന് പറഞ്ഞു. അതായത് ഞാനിനി ഒരു മുസ്ലിമായിട്ട് സംസാരിക്കില്ല എന്ന നിലക്കാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അത് ചെയ്തത് ശരിയല്ല, അത് തെറ്റാണ്. ഒരു ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി നേരത്തെ നേരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചാൽ മതി, അതിന് ആ വീട്ടിലേക്ക് കയറാൻ ഒരു അനുവാദം എനിക്ക് ഇന്ന് ഉണ്ടാക്കി തരണം എന്ന നിലക്ക് പറഞ്ഞു. ഫഅഖ്ബല ബിഹി അൽ മിസ്വർ വ അബ്ദുറഹ്മാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എത്തി. മുസ്തമിലീന അലൈഹി ബിഅർദിയതിഹിമാ ഹത്താ അസ്തഅ്ദന അല ആയിഷ. അവർ നല്ല വസ്ത്രവും നീളം വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവരിങ്ങോട്ട് പോയി ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. ഫഖാല, എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു, അസ്സലാമു അലൈക്കി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് സലാം പറഞ്ഞു ആയിഷ ബീവിയോട്. അനദ്ഖുലു, എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും സലാം പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് ഞങ്ങൾ പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചു. ഫഖാലത്ത് ആയിഷ, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വീട്ടിലേക്ക് ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു. ഖാല കുല്ലുനാ യാ ഉമ്മൽ മുഅ്മിനീൻ, ഞങ്ങൾ എല്ലാവരും കയറട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വിചാരിച്ചു ഇവർ രണ്ടുപേരാണ് സലാം പറഞ്ഞത്, അപ്പൊ ഈ രണ്ടുപേരും കയറട്ടെയാണ് പറയുന്നത്, അങ്ങനെ കയറട്ടെ ചോദിച്ചു. ഖാലത്ത് നഅം, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഉദ്ഖുലു കുല്ലക്കും, നിങ്ങൾ എല്ലാവരും പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞു. വലാ തഅലമു അന്ന മഅഹുമാ ഇബ്നു സുബൈർ, എന്താ അറിയില്ല, അന്ന മഅഹുമാ ഇബ്നു സുബൈർ, ഇവർ രണ്ടുപേരുടെ കൂടെ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ടെന്ന് ആർക്കറിയില്ല, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫലമ്മാ ദഖലു, അങ്ങനെ അവർ മൂന്ന് പേരും വീട്ടിലേക്ക് കയറിയപ്പോ ദഖല ഇബ്നു സുബൈർ അൽ ഹിജാബ്, ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാബിന്റെ ഉള്ളിലേക്ക് കയറി. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ അന്യപുരുഷന്മാർക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. സ്ത്രീകൾ പൊതുവായിട്ടുണ്ട്, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ അടുക്കിലേക്ക് അവരുമ്മമാരാണ്, ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ദീനിയായ മസലകൾ ചോദിക്കാനോ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന നിലയ്ക്ക് സന്ദർശിക്കാനോ ഒക്കെ പോകുമ്പോ വീടിനകത്ത് കയറിയാലും ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കുക ഒരു ഹിജാബിന്റെ അപ്പുറത്ത് നിന്നിട്ടാണ്, മറക്കപ്പുറത്ത് നിന്നിട്ടാണ്. ഒരു കർട്ടൻ വിചാരിക്കുക, ആ മറക്കപ്പുറത്താണ്. അപ്പോ ഉള്ളിലേക്ക് വീട്ടിനുള്ളിൽ കയറാൻ പറഞ്ഞല്ലോ, അങ്ങനെ കയറാൻ പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നേരെ ഹിജാബിന്റെ ഉള്ളിലേക്ക് കയറി. ഫഅതനഖ ആയിഷത വതഫഖ യുനാഷിദുഹാ യബ്കി, വേഗം കയറി ആയിഷ റളിയല്ലാഹു അൻഹയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. സഹോദരിയാണ്, മനസ്സാനത്തിലാണ്, ഖാലത്താണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പോയി കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. ഒരു കാര്യം പറയാൻ തുടങ്ങി, നിങ്ങൾ എന്നോട് മിണ്ടണം, ആ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു.
وطفق المسور وعبد الرحمن يناشدانها إلا ما كلمته وقبلت منه. അപ്പോ ഈ വന്ന രണ്ടാളുകള് പിന്നെ മിസ്വറും അബ്ദുറഹ്മാനും കൂടിയിട്ട് ഹിജാബിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയഖൂലാനി, എന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അമ്മാ ഖദ് അലിംതി മിനൽ ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒരു മുസ്ലിമിനെ ഹജ്ർ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, അകറ്റുന്നത്. فإنه لا يحل لمسلم أن يهجر أخاه فوق 3 ليال. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ 3 ദിവസത്തിന് കൂടുതൽ ഹജ്ർ ചെയ്യാൻ, മിണ്ടാതെ തെറ്റിപ്പിരിഞ്ഞ് അകറ്റി നിർത്താൻ പാടില്ല, അത് വിരോധിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇവർ ഇപ്പുറത്തു നിന്നും പറഞ്ഞുകൊണ്ടിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഓർമ്മിച്ചുകൊണ്ടിരുന്നു. ഖാല, അങ്ങനെ പിന്നെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സാഹിബ് പറയാണ്, ഫലമ്മ അക്സറു അലാ ആയിഷ മിന അത്‌ദിക്റതി വത്തഹ്രീജ്. അങ്ങനെ നബി സല്ലല്ലാഹു ഈ കിർസാസ് പറഞ്ഞതും പറഞ്ഞുകൊണ്ട് ധാരാളം ഇവര് അവിടുന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇപ്പുറത്ത് ഈ 2 സഹാബികൾ പറയുന്നുണ്ട്, കുറെ ഇങ്ങനെ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയപ്പോ തൗഫിഖത് തുദക്കിറുഹുമാ വതബ്കി, അങ്ങനെ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു, കരയാൻ തുടങ്ങി. ആലോചിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, കാരണം ഒരാൾ ഒരു മുസ്ലിമായിട്ട് മിണ്ടില്ല എന്ന് നേർച്ച തരാൻ പറ്റൂലല്ലോ, അതിന്റെ അബദ്ധമായി പോയല്ലോ എന്ന് ആലോചിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി ഖദ് നദർതു, ഞാൻ നേർച്ച നേർന്നു പോയല്ലോ. വന്നദറു ശദീദുൻ, നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഫലം യസാല ബിഹാ ഹത്താ കല്ലമത് ഇബ്നു സുബൈർ. ഈ വന്ന 2 സഹാബികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, പിന്നെ നിങ്ങൾ ചെയ്തത് ശരിയല്ല, അത് ഇതാണ്, ഇങ്ങനെ പറയുമ്പോഴൊക്കെ അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടുന്നത് വരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ നേർച്ച നേർന്നൊരു കാര്യം തെറ്റിച്ചത് കൊണ്ട് അതിന് കഫാറത്തായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ 40 അടിമകളെ മോചിപ്പിക്കേണ്ടായി. അതിന് പകരമായിക്കൊണ്ട് 40 എണ്ണം മോചിപ്പിക്കണം എന്നില്ല കഫാറത്തായിട്ട്, പക്ഷെ അത് ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ട് 40 അടിമകളെ മോചിപ്പിച്ചു. وكانت تذكر نذرها بعد ذلك فتبكي حتى تبل دموعها قمارها. പിന്നീട് ഈ ഒരു കാര്യത്തെ കുറിച്ച് എപ്പോഴൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഓർക്കുമായിരുന്നോ അപ്പോഴെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു, കരഞ്ഞ് കട്ടൻ നനയുമാറ്, ആ മൂടുപടം നനയുമാറ് ആയിഷ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു എന്ന് കാണാം. ഇതൊരു ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ ഈ ബാബിൽ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിമുമായിട്ട് തെറ്റി നിൽക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളത് ന്യായമായ കാരണമില്ല എങ്കിൽ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ബിദ്അത്തുകാരനാണ്, ഒരാള് ഹവയുടെ ആളാണ്, പാപങ്ങളെല്ലാം പരസ്യമായി ചെയ്യുന്ന ആ തരത്തിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരാളുമായി കൂട്ടുകൂടിയാൽ നമുക്ക് ഫിത്നയാണ്, അങ്ങനെ നിലക്കുള്ള അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ന്യായമായ കാരണമല്ലാതെ ഒരു മുസ്ലിമുമായിട്ട് അല്ലാത്ത രീതിയിൽ ബന്ധം മുറിക്കുക എന്നുള്ളത്, സംസാരിക്കാതിരിക്കുക എന്നുള്ളത്, പിണങ്ങുക എന്നുള്ളത്, സംസാരിക്കാതിരിക്കുക മീൻസ് പിണക്കത്ത് കൊണ്ട് ഹജ്ർ ചെയ്യുക എന്നുള്ളത് തെറ്റാണ്, അത് ശരിയല്ല എന്നറിയിക്കാനാണ് ഈ ഒരു സംഭവത്തിൽ കൊടുത്തിട്ടുള്ളത്. കാരണം നേർച്ച നേരുക, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നേർച്ച നേരുക എന്നുള്ള ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ധൃതിയിൽ ചെയ്തു പോയൊരു കാര്യം പിന്നീട് മാറ്റാൻ 40 അടിമകളെ മോചിപ്പിച്ച് മാറ്റാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ഗൗരവത്തിൽ ഈ ഒരു കാര്യത്തെ, ഒരു മുസ്ലിമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തത്. ഒരു മുസ്ലിമുമായിട്ട് തെറ്റി നിൽക്കൽ മറ്റൊരു മുസ്ലിമിന് അനുവദനീയമല്ല. ഇനി എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ മനുഷ്യരാണ്, എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കലും പാടില്ല, 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അത് 1 വർഷം എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം ഹദീസിൽ വരുന്നുണ്ട്, രക്തം ചീന്തിയവനെ പോലെയാണെന്ന്. ഒരാളെ കൊന്നാലുള്ള ശിക്ഷ പോലെ ശിക്ഷ നൽകപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് 1 വർഷം ഒരു മുഅ്മിനോട് തെറ്റി നിൽക്കുക എന്നുള്ളത്. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിലൊക്കെ തെറ്റി നിൽക്കുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞില്ലേ, ദീനിയായ ഒരാൾ ബിദ്അത്തുകാരനാണ്, അവന്റെ ഒപ്പം കൂടുകൂടി അവനെ ഹജ്ർ ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ പാപത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപങ്ങൾ മുഴുകുന്ന ആളാണ്, ഹവയുടെ ആളാണ്, അവനുമായിട്ട് അകന്നു നിൽക്കേണ്ടി വരും. അതല്ലാതെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുടെ മേലെയെല്ലാം ബന്ധം വിച്ഛേദിക്കുന്ന, പിണങ്ങി നിൽക്കുന്ന അവസ്ഥ ഗൗരവമുള്ള കാര്യമാണ്, അതുണ്ടാകാൻ പാടില്ല. ഞാൻ പ്രത്യേകം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പല ആളുകളെ സംസാരത്തിനും അനുഭവത്തിനും ഉള്ളതുകൊണ്ടാണ്.
നല്ല ദീനുള്ള 5 വക്ത് നിസ്കരിക്കുന്ന, ചിലപ്പോ ഒന്നാമത്തെ സ്വത്ത് നിസ്കാരത്തിന് ഉണ്ടാകുന്ന ദീനിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ പല ആളുകളോടും നിസ്സാരമായ കാര്യങ്ങളുടെ മേലിൽ തെറ്റി നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളായി നമ്മൾ മാറാൻ പാടില്ല. ദീനെന്ന് പറഞ്ഞാൽ നിസ്കാരം നോക്കും മാത്രമല്ല, ദീനെന്ന് പറഞ്ഞാൽ ഒരാളിൽ ഉണ്ടാകേണ്ട മൊത്തമായിട്ടുള്ള ഒരു മാറ്റമാണ്. അതിന് ചില കുറവുകൾ ഉണ്ടാവും, പക്ഷെ അത് തിരുത്താൻ നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള ഒരു ഉത്ബോധനങ്ങളാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഹദീസുകൾ കേൾക്കുമ്പോൾ ഞാൻ തിരുത്തണം എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അടുത്ത ബാബ് ഹിജ്റത്തിൽ മുസ്ലിം. നേരത്തെ പറഞ്ഞ ബാബുമായി തുടർച്ച തന്നെയാണ്. ഒരു മുസ്ലിമിനെ ഹജ്ർ ചെയ്യുന്ന അകറ്റുന്നതുമായി ബന്ധപ്പെട്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്. മുസ്ലിമീങ്ങളോടാണ്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞ് നടക്കുന്ന, കണ്ടാൽ മിണ്ടാതെ തിരിഞ്ഞ് നടക്കുന്ന ആളുകളായി മാറരുത്. വകൂനു, നിങ്ങൾ ആവുക, ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകൾ, ഇഖ്വാന, സഹോദരന്മാരായ നിലയിൽ സഹോദരന്മാരാവുക. വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാലിൻ, 3 ദിവസത്തിൽ കൂടുതൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഹജ്ർ ചെയ്യുക, അകറ്റുക, പിണങ്ങുക എന്നുള്ളത് അനുവദനീയമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു സ്നേഹബന്ധമുണ്ട്. അവർക്കിടയിൽ ദീനിന്റെ പേരിൽ ഉണ്ടാകേണ്ട, ഈമാനിന്റെ പേരിൽ ഉണ്ടാകേണ്ട ഒരു ബന്ധമുണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ദീനിലെ പല നിയമങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം മറ്റേതൊരു കാര്യത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യമാണ് തഅലീഫുൽ ഖുലൂബ് എന്നുള്ളത്. മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഉലമാക്കൾ പറയുന്ന ഒരു വിഷയമാണ്. ഇപ്പോ ഒരു മസ്ജിദില്, ആ മസ്ജിദ് ഒരു ഷാഫി മദ്ഹബ് അനുസരിച്ച് അവിടെ ഫജ്റിന് ഖുനൂത്ത് ഓതുന്ന ഒരു മസ്ജിദാണെന്ന് വിചാരിക്കുക. ഫജ്റിന് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖുനൂത്ത് നിർവഹിക്കുന്ന ഒരു മസ്ജിദാണ്. എന്നാൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണിത്. ഇത് ഷാഫി ഇമാമിന്റെ ഒരു ഇജ്തിഹാദ് മാത്രമാണ്. അത് സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അതല്ല സുന്നത്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി എന്തോ സാഹചര്യത്താൽ ഇങ്ങനെയുള്ള ഒരു മസ്ജിദിൽ ഇമാം നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അയാൾക്കറിയാം ഖുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടുള്ള കാര്യമല്ല, സ്ഥിരമായി ഫജ്റിന് ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അത് ഷാഫി ഇമാമിന്റെ ഇജ്തിഹാദാണ് എന്നുള്ളത് അറിയാം. പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്ത് അയാൾ ഇമാമ് നിൽക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഖുനൂത്ത് ഓതണം. എന്തുകൊണ്ടാണ്? അവിടെ ഒരു പ്രശ്നമുണ്ടായി ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത് നിലയ്ക്ക്. അതായത് ഒരു ശിർക്കിന്റെയോ കുഫറിന്റെയോ ബിദ്അത്തിന്റെയോ വിഷയമല്ല, ഇൽമി ആയിട്ടുള്ള ചർച്ചയുള്ള ഒരു കാര്യത്തിന്റെ ഉപമ പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പോ ഇത് ഞാൻ പറയാനുള്ള കാരണം, ഉലമാക്കൾ ഈ ദീനിയായിട്ടുള്ള ഒരു മസ്ലഹത്തിനെ അത്രത്തോളം പ്രാധാന്യത്തെ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധത്തെ അത്ര പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരാൾ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒപ്പം കൂട്ടണമെന്നോ, ബിദഅത്ത് വ്യക്തമായി ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ബിദഅത്ത് ഉണ്ടെങ്കിൽ അയാൾ ഒപ്പം കൂട്ടണമെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. ഇൽമിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ പരസ്പരം അനാവശ്യമായിട്ട് തെറ്റിപ്പിരിയുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഉലമാക്കൾ വിശാലത കാണിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഇതിന്റെ ഒരു പ്രാധാന്യം നൽകാതെ പലപ്പോഴും മുസ്ലിമീങ്ങൾ ആകുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ള വലിയ ഒരു ഫിത്ന. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. മുസ്ലിമീങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ചും തൗഹീദുള്ള, സുന്നത്തുള്ള, സലഫി മൻഹജുള്ള ആളുകൾക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ലാ തബാഗദു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളാവരുത്. എന്തെങ്കിലും വിഷയത്തിൽ ഉണ്ടാകും, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലോ എന്തെങ്കിലുമൊക്കെ കച്ചവടത്തിന്റെ പേരിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന, അത് കാലാകാലത്തിലേക്ക് ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത് എന്നുള്ളത്. അസൂയ എന്നുള്ളത് വളരെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അവന്റെ ഉള്ളിൽ കുറച്ച് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, എത്ര ദീനുള്ള ആൾക്കും ഉണ്ടാവും. പക്ഷെ ദീനുള്ള ആളുകൾ, മാന്യന്മാരായിട്ടുള്ള ആളുകൾ അത് പുറത്ത് കാണിക്കാതെ അത് ഉള്ളിൽ പിടിച്ചു വെച്ച് അതിനെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. എന്നാൽ അത് പുറത്ത് കാണിക്കുന്ന ആളുകൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, അസൂയ വെക്കുന്ന ആള് അള്ളാഹുവിനെതിരെ 5 രീതിയിലാണ് അവൻ നിൽക്കുന്നത് എന്ന്.
ഒരാൾക്ക് വേറൊരാൾക്ക് അള്ളാഹു നൽകിയൊരു കാര്യത്തിന്റെ മേലെ അസൂയ വെക്കുമ്പോ 5 രീതിയിലാണ് അവനെ അള്ളാഹുവിനെതിരാകുന്നത്. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ മാനുഷികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ മാന്യന്മാർ എന്ത് ചെയ്യും? അതിനെ പിടിച്ചു വെച്ച് അതിനെ പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് അവിടെ ഉള്ളിൽ വെക്കും. അല്ലാത്ത ആളുകൾ പുറത്ത് കാണിക്കും. അപ്പൊ ഒരാളോട് അസൂയ വെക്കുന്ന ആള് 5 തരത്തിലാണ് അള്ളാഹുവിനെതിരാകുന്നത്. ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, അന്നഹു അബ്ഗള കുല്ല നിഅമത്തിൻ ദഹറത് അലാ ഗൈരിഹി, അവൻ അള്ളാഹു വേറൊരാൾക്ക് നൽകിയ നിഅമത്തിനെ വെറുക്കുന്നു. 2, അള്ളാഹു സുബ്ഹാനഹു വ തആല വീതിച്ച ഒരു കാര്യത്തിനോട് അവന് ദേഷ്യം ഉണ്ടാകുന്നു. അള്ളാഹുവാണ് വേറൊരാൾക്ക് നൽകുന്നത്. വേറൊരാളുടെ സമ്പത്തിന്റെ മേലെയോ വാഹനത്തിന്റെ മേലെയോ വീടിന്റെ മേലെയോ ഒക്കെ അസൂയ എന്ന് കഴിഞ്ഞാൽ അള്ളാഹു നൽകിയതിനോടാണ് ദേഷ്യം വെക്കുന്നത്. 3-മത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനത്തിനോട് അവൻ എതിരാവുകയാണ്. കാരണം അള്ളാഹുവാണ് നൽകിയത്. 3-മത്തേത് അള്ളാഹുവിന്റെ ഔലിയാക്കളെ അവൻ നിന്ദിക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിമക്കല്ല നിഅമത്ത് കൊടുത്താൽ അത് നീങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. 5-മത്തേത് അന്നഹു ആന അദുവഹു ഇബ്ലീസ്, അവൻ അള്ളാഹുവിന്റെ ശത്രുവായിട്ടുള്ള ഇബ്ലീസിനെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു ഈ അസൂയ വെക്കുന്നതിലൂടെ. അസൂയ ഗൗരവമുള്ള വിഷയമാണ്. അത് നിയന്ത്രിക്കുകയും അത് പിടിച്ചു വെക്കുകയുമാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അതുപോലെ വലാ തദാബറു എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞു പോവുക. പരസ്പരം കണ്ടാൽ ഒരാൾ ഒരു ഭാഗത്തും മറ്റേയാൾ മറ്റൊരു ഭാഗത്തും കൂടെ ആയിട്ട് മിണ്ടൂല്ല, ചിരിക്കൂല്ല, സംസാരിക്കൂല്ല, സലാം പറയൂല്ല. ഇസ്ലാമിന്റെ ഒരു മര്യാദയും കാണിക്കാതെ പരസ്പരം തിരിഞ്ഞു പോകുന്ന അവസ്ഥ അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അവസാനം പറയാം, അള്ളാഹുവിന്റെ അടിമകൾ സഹോദരന്മാരാവുകയാണ് വേണ്ടത്. എന്നിട്ട് പറഞ്ഞു, വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാലിൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഹജർ ചെയ്യുക എന്നുള്ളത് അഥവാ മിണ്ടാതെ അകറ്റി നിർത്തുക എന്നുള്ളത് 3 രാത്രികളിൽ കൂടുതലായി അഥവാ 3 ദിവസത്തിൽ കൂടുതലായി അവന് ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഹദീസും ഇതേ ആശയം തന്നെയാണ്. അൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യഹില്ലു ലി അഹദിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാലിൻ, ഒരു സഹോദരൻ ഒരു മുസ്ലിം മറ്റൊരു സഹോദരനായ മുസ്ലിമെ 3 ദിവസത്തിൽ കൂടുതൽ അകറ്റി നിർത്താൻ പാടില്ല. യൽതഖിയാൻ, അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഫയസുദ്ദു ഹാദാ വയസുദ്ദു ഹാദാ, പരസ്പരം പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്നിട്ട് പറയാണ്, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, അവർ 2 പേരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാണ് അതിൽ ഉത്തമനായിട്ടുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ 2 ആളുകളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവർ തമ്മിൽ തെറ്റുകയോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരാണോ ആദ്യം പോയി സലാം പറയുന്നത് അവനാണ് അതിൽ ഉത്തമനായിട്ടുള്ളവൻ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം, ഇമാം ഷാഫി, മാലിക് അതുപോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അന്ന സലാമ യഖ്തഉൽ ഹിജ്റ, ഒരാൾ മറ്റൊരാളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ സലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പോഴൊക്കെ എന്തായി? അവിടെ തീർന്നു. ഒരാളായിട്ട് തെറ്റുമുണ്ടാതെ ഒഴിവാക്കുക, അവൻ ഹജ്റിയാണ്, അകറ്റി നിർത്തുകയാണ്. പക്ഷെ ഇയാൾ പോയിട്ട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അകറ്റി നിർത്തുക എന്നുള്ളത്, ആ ബന്ധവിച്ഛേദനം എന്നുള്ളത് അവിടെ ഇല്ലാതാകുന്നു എന്ന് ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചത് കാണാം. അപ്പോ ഇനിയും ഈ വിഷയത്തിൽ ഹദീസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന, മിണ്ടാതിരിക്കുന്ന, അകറ്റുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ ബാബിൽ കുറച്ചുകൂടി ഹദീസുകളുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താനും അത് പാലിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.